ഇന്നത്തെ പരിപാടി കാശ്മീരി ചിക്കൻ ചുട്ടതാണ്. അധികം മസാല ചേർക്കാണ്ട് നമ്മുടെ ഇഞ്ചി, കുരുമുളക്, ഉലുവ, ചെറിയ ജീരകം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമുക്ക് ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം. 2 കോഴി വെട്ടി വാങ്ങിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടേ നന്നായി കഴുകിയെടുക്കാം. ലിവർ നമ്മൾ ഒഴിവാക്കില്ല കേട്ടോ, എല്ലാം നമ്മളന്ന് ഗ്രില്ലിട്ട് ചുടുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അപ്പം ഇവിടെ കാശ്മീർ ചിക്കൻ ചുട്ടതിലേക്കുള്ള കുരുമുളക് ആദ്യം ഇടാം. അതൊക്കെ ഒന്ന് ഇടിച്ച് റെഡിയാക്കി എടുക്കാം. നമുക്ക് നല്ല കുരുമുളക് വേണം. കുരുമുളക്, പച്ചമല്ലി, പിന്നെ നല്ല ഉലുവ, പിന്നെ നമ്മുടെ ചെറിയ ജീരകം, അപ്പോഴേ നമുക്ക് ഇതൊക്കെ പാടൊന്ന് പൊടിച്ചെടുക്കാം. കുത്തി ഉടച്ചിട്ടേ എല്ലാം കുത്തി പൊടിക്കണം. ജീരകം, പച്ചമല്ലി, ഉലുവ ഇതൊക്കെ പാട്ടറ അടിക്കണേ. അതൊക്കെ നല്ല ഇടിച്ച് പൊടിയാക്കണം. അപ്പോൾ ചിക്കനിലേക്കുള്ള നമ്മുടെ പൊടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. പൊടി നമുക്ക് കൊട്ടിക്കൊണ്ട് പിന്നെ വേണ്ടത് മാഗി ക്യൂബാണ്. അത് 2 എടുത്ത് തുറന്നുണ്ട്. ചെറിയ കഷ്ണം. ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് അരച്ചില്ലെന്ന്. പെട്ടെന്നുള്ള പരിപാടിയാകും കൊണ്ടേ കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന. രണ്ട് 3 പാക്കറ്റ് ഇടണം. 2 കോഴിയുണ്ട് നമ്മൾ. എന്നിട്ട് അടുത്ത പാക്കറ്റ് ആട്ടെ. എന്താ പാക്കറ്റ് പോരാത്ത? കട്ടിന് നന്നായി മറ്റൊന്ന് ഒരുമിക്കിട്ടല്ലേ വേണ്ടു. ഇഞ്ചി പേസ്റ്റേ നമ്മൾ ഉണ്ടാക്കണ മണമൊന്നുമില്ല കേട്ടോ. കടയിൽ നിന്ന് വാങ്ങണത് നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ നമ്മൾ ഇടാൻ പോണത് ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കാശ്മീരിക്ക് ഓട്ടം പോയപ്പോൾ അവിടുത്തെ കാശ്മീരിൽ ഉണ്ടാക്കുന്നത് കണ്ടാണ്. അത് ഇവിടെ നിന്ന് പരീക്ഷിച്ച് നോക്കുക, അത്രേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി നമുക്ക് ലാസ്റ്റിലെ തൈര് വെച്ച് കൊടുക്കാം. മതിയാവും തൈര്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഉപ്പ് 2 സ്പൂൺ കൊടുക്കാം. ഈ മക്കൈ മസാല ഒന്ന് പെനഞ്ഞെടുക്കാണ്ട്.
മസാല റെഡി ആയിട്ടുണ്ടോ? പോയിട്ടാലോ നമുക്ക്. കോയിൽ നല്ല മസാല പിടിപ്പിക്കട്ടെ. കോഴിയുടെ പീസിലേക്ക് നല്ല മസാല ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുത്തി കൊടുക്കുക. കോഴിക്ക് ഓരോ ഓട്ടം കൊടുക്കുക. ലേശം മെനക്ക പിടിച്ച പണിയാണ്. നല്ല കുത്തി ഓട്ടേക്കണം. ഉള്ളിലേക്ക് മസാല തിരിച്ചിട്ട് അതിരിക്കട്ടെ. അപ്പോൾ ചിക്കൻ പീസൊക്കെ നമ്മൾ നല്ല കുത്തി ഓട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി മസാല പിടിക്കാനേ ഒന്നുകൂടി തിരുമ്പി വിടുകയാണ്. നമ്മുടെ സാധനം ഇവിടെ 1 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ കാണാനൊക്കെ സെറ്റ് ആകുമ്പോഴേക്ക് ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് റെഡിയാവും. വേറെ ഒരു മുളക് പൊടിയും വേറെ സാധനങ്ങളൊന്നും കൂട്ടില്ല. നമ്മൾ ഈ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഗ്രില്ല് ചെയ്യാനേ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കട്ടെ. ലേശം കർപ്പൂരം കൊടുന്നിട്ടേ ഈ ചിരട്ടയിലിട്ട് കൊടുക്കുക. അപ്പോൾ അടുപ്പിക്കുള്ള കരി കൊടുക്കുന്നുണ്ട്. കൈ കൊടുക്കാം. നമുക്ക് തീ എത്തുമ്പോഴേ സൈഡ് കൂടെ വശത്ത് കൊടുക്കാം. കയ്യിലെ വശം പിടിക്കണ്ട. അപ്പോൾ നമ്മുടെ കണലൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കേ കോഴി ചൂടാൻ നോക്കാം. അത് ചൂടല്ലേ? ചൂടാ. അത് ലെഗ് പീസ് വെക്കാം അല്ലേ? ആദ്യം നല്ല മസാല ഒന്നുകൂടി കുളിപ്പിച്ചെടുത്തിട്ടേ
ഗാന്ധി ഇപ്പൊ അന്ന് മൂലിയനെ വെച്ചിട്ട് പോയതാണ്. പിന്നെ ഈ വഴിക്ക് ഗാന്ധി വന്നിട്ടില്ല. കുറച്ചുകൂടാ എല്ലാവരും ഇപ്പൊ വായിക്കണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഒന്നാണ് നമ്മുടെ ഗാന്ധി വഴിക്ക് വരുന്നത്. ഇതൊക്കെ ഫുൾ തിരക്കാണേ. ഫുള്ള് സ്വന്തമായിട്ട് കേബിളും പിന്നെന്താ നെറ്റ്വർക്ക് പല പല പരിപാടികളാണ്. ബിസിനസ് എന്തൊരു കപ്പ് നടത്താം കയ്യിൽ കേട്ടെ ഇല്ലടാലോ. നമുക്കേ അടുപ്പ് കയറ്റാ വായോ ഇനി വിട്ടാ. ഓരോ മഴയൊക്കെ ചാറുണ്ട്. ഉണ്ടാവാറില്ല. അടുപ്പ് മാറ്റി ചെയ്യേണ്ടി വരുമോ? ചെറിയ ചാറിലുണ്ട്. നമുക്കൊന്ന് മറച്ച് വെക്കാം. അതിന്റെ തുള്ളി എണ്ണയും തടവി കൊടുക്കാം. ഗാന്ധിയെ നമ്മുടെ എണ്ണയും ആ പാത്രം കൊടുക്ക്. തുള്ളി പറഞ്ഞു കൊടുക്കാം. നാടൻ രീതിയിലാണ് നമ്മുടെ പരിപാടി. അധികം മസാല ഇല്ലാണ്ടേ. ഞാൻ അന്ന് കാശ്മീര് പോയപ്പോഴേ ട്രിപ്പ് കൊണ്ട് പോയപ്പോ കണ്ട ഈ പരിപാടി ടൂറിസ്റ്റുകൾക്ക് അവിടെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. നാടൻ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. കണ്ടും ഇതൊക്കെ പാട കണ്ടൊക്കെ വേറെ എടുക്കാൻ പാടില്ല. തൂവിനെ കൊടുക്കുക. എന്നാൽ തൂവി കൊടുത്താലേ ഇതിന് കത്തും. മഴ മഴ പെയ്യോ? മഴ ഇപ്പോ നല്ല ചാറാൻ തുടങ്ങി. അപ്പൊ തിരിപ്പിക്കുമ്പോഴേ കൊടുക്കുന്ന തോന്നുന്നു. അപ്പം ഇവിടെ ഫസ്റ്റ് റൗണ്ട് ചിക്കൻ ആയിട്ടുണ്ട്. എടുക്കലേ അതെ പൊട്ടാൻ നമുക്ക് മഴ വരെ അടുത്ത റൗണ്ട് കയറ്റണ്ടേ. ലോക്ക് വരട്ടെ. അവിടേക്ക് അതിൻ്റെ അവിടെ ചാ വർത്തു ഫസ്റ്റ് റൗണ്ട്. രണ്ടാം റൗണ്ട് കയറ്റാൻ മതി. അപ്പം ഇവിടെ രണ്ടാമത്തെ റൗണ്ടാണ്. കയറ്റാട്ടെ വെക്കല്ലേ? കുഴപ്പമില്ല. അടുപ്പിലുള്ള ഭൂമി ദേവിക്കുള്ളതാണ്. ഒരു പീസ് ചെറിയ പീസ് പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഭൂമി ദേവിക്ക് കൊടുത്തില്ല. അവിടെ ഇരിക്കട്ടെ. അത് റൗണ്ടേ ഒന്ന് തിരിച്ചേക്കട്ടെ നമുക്ക്. രണ്ടാം റൗണ്ട് സാധനം കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇലയിലേക്ക് എടുക്കട്ടെ. കയറിയിട്ടെ
നമ്മുടെ കോഴി സെറ്റായിട്ടുണ്ട്. ബ്രെഡ്, അതിലേക്കൊരു പുതിന ചട്നി മണ്ണ അരച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ കാശ്മീരി ചിക്കൻ ചുട്ടത്. ചുട്ടെടുക്കുക. കാശ്മീരി മസാല വേറെ നാടൻ മസാലകൾ ചേർത്ത് കാട്ടുകുരുമുളക്, ജീരകം അങ്ങനെയുള്ള ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മള്. അത് എടുക്ക്, ടേസ്റ്റ് എടുക്ക്, പീസ് എടുക്ക്. ആദ്യം നമുക്ക് നാരങ്ങ ഉണ്ടോ? നാരങ്ങ ഇങ്ങനെ പിഴിയണം. നാരങ്ങ ചെറുതായിട്ട് പിഴിഞ്ഞ് കൊടുക്കണം. എന്താ ചാറ് പോലുണ്ടല്ലോ? ചാറ് കമ്മിയുള്ള നാരങ്ങ കമ്മിയുണ്ട് അല്ലേ? നമ്മളിങ്ങനെ പിഴിയണം. പിഴിയ. ചട്നി വേണമെങ്കിൽ തുള്ളി ഒറ്റിക്കണം. തുള്ളി വേണ്ടപ്പോൾ ഒറ്റിക്കാലോ. ആയിക്കട്ടെ, നമുക്ക് അപ്പം എടുക്കാം. അപ്പം നമ്മൾ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്ക്. ഓക്കെ, സാധനം വന്നില്ലേ? അതാണ് സാധനം. ഇങ്ങനെ വന്നിട്ട് സാധനം പൂ പോലെ പൂ പോലെ ആയിരുന്നു. എന്നിട്ട് അതിലിങ്ങനെ മുക്കുക, ചട്ടിയിൽ മുക്കുക. സെറ്റ് അല്ലേ? അടിപൊളിയായിരുന്നു. സാധനം മാറില്ല പോലെ കുരുമുളകുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ എടുത്ത് വെക്കുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു. വേവും കറക്റ്റാണ്. എല്ലാം സെറ്റാ. നല്ല വന്നു. വിട്ട് പോരണത് വിട്ട് പോരണ്ട് പിടിക്കും. ഇങ്ങനെ വേണം. ഞാൻ ബ്രെഡ് നോക്കി പോട്ടെ. ബ്രെഡ് നോക്കി ബ്രെഡിലെങ്ങനെ സംഭവം നോക്കാം. പൂ പോലെ കൊണ്ടുവന്നു. ചക്കര പീസ് എടുത്ത് അതെ, നമ്മൾ പീസ് 2 പീസ് ബ്രെഡിക്ക് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയാ, സെറ്റാണ്. അടിപൊളിയാ. കല്യാണത്തിന് ഞാൻ ഉണ്ടാക്കണ്ട. അങ്ങനെ ഉണ്ടാക്കണം. കല്യാണ തലേസം ഫുഡ് വെറൈറ്റി ആക്കണം. നമ്മൾ നാട്ടിൽ വരെ വരാത്ത അങ്ങനെ വേണം. ചട്നിയിൽ തന്നെ മുക്കുക. അങ്ങനത്തെ അങ്ങനെ ആണോ? അടിപൊളി. അതിൻ്റെ കളയാതെ കാന്തിയാ. അതിൻ്റെ കണ്ട വന്നില്ല. ഈ മുട്ട അങ്ങനെ കടിച്ചു പിടിക്കണം. മഴ പെയ്യോ? മഴ പോയി. നേരത്തെ നമ്മളെ പറ്റിക്കാൻ വന്ന് പെയ്തു. അതെ, എപ്പോൾ ഫുള്ള് പോയി. നല്ല പനകള്ളാണ്. അല്ല അച്ഛൻ തെങ്ങള്ളാണ്. ഞാൻ കള്ളൊടിക്കുന്ന പരിപാടി നടക്കില്ല. ഒന്നുമില്ല, അറിയാതെ കൊടു നടക്കാനുള്ളത്. ഗാന്ധി ഗാന്ധി കുടിക്കുന്നൊന്നുമില്ല. അപ്പൊ നമ്മളെ കള്ളൊന്ന് ഒഴിവാക്കുകയാണ്. തൂത്തളയാൻ പോവാണ്. തൂത്തളയാൻ നമ്മള് ഇന്ന് കളന്റെ പരിപാടി നടക്കില്ല. ഇന്ന് ഫുഡ് മാത്രമേ ഉള്ളൂ. ചെക്കന്മാരെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പഴേ ഞങ്ങളവിടെ നിർത്താം, വിളിക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ് എന്തൊക്കെ ചെയ്യാം. അതെ, കുറച്ച് ദിവസം നമ്മള് വീഡിയോ ഇടാൻ വഴുകി. ഇനി ഇവിടെ ഞങ്ങൾ തുടർന്ന് പോയതാണ് വീഡിയോ. മഴ പോയാൽ നമുക്ക് പ്രശ്നമില്ല. അതെ, മഴ കൊണ്ട് ഞങ്ങൾ നിർത്തിയത്. അതെ, അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. അതെ.